this vlog is very very special for me. പക്ഷെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നോട് നീ ഗിയർ ഓടിച്ച് പഠിക്കുക, അപ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാ വണ്ടികളും എളുപ്പമായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നത് എൻ്റെ പാരൻസിന് അറിയില്ല. ഓഫ് കോഴ്സ് അവർക്കത് സർപ്രൈസ് ആണ്. ഓക്കെ അല്ലേ? പേടിയില്ലല്ലോ? ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചോ? ആവണില്ല. അതിന് കാരണം എന്താ? ഇപ്പൊ ന്യൂട്രലാ കിടക്കുന്നത്. ഇന്നിപ്പോ നമ്മള് പതുക്കെ റോഡിലേക്ക് ഇറക്കിയേക്കാണ്. യെസ്, അപ്പൊ അങ്ങനെ കാറ് തന്നെ ഓടിച്ചു വന്നു. അത് സർപ്രൈസ് ആയില്ലോ. ഓടിക്കണ കാറിൽ കയറാനൊരു യോഗം. ഹായ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇറ്റ്സ് ബീൻ സോ ലോങ് ടൈം അല്ലേ, ഞാൻ കുറെ കാലമായിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ട്. സോ ഇനി ഒരു വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ച് നല്ല കണ്ടന്റ് ഉള്ള ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സോ ദിസ് വ്ളോഗ് ഇസ് വെരി വെരി സ്പെഷ്യൽ ഫോർ മീ. കാരണം എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാനും എൻ്റെ ഡ്രൈവിംഗ് ആൻസൈറ്റിനെ ഒന്ന് ഓവർകം ചെയ്തെടുക്കുന്ന ഒരു വ്ളോഗായിരിക്കും ഇത്. സോ ഇത് എന്തുകൊണ്ടും ഞാനിതൊരു വ്ളോഗ് ആക്കാൻ കാരണം എനിക്കിത് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ 2026 സ്റ്റാർട്ടിങ് മുതൽക്കേ ഞാൻ എന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു എൻ്റെ ഈ ഡ്രൈവിംഗ് സ്കിൽ ഒന്ന് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. കാരണം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് കുറേ വർഷമായി, പക്ഷെ ഞാൻ കാർ എടുക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് ആൻസൈറ്റി വളരെ കൂടുതലാണ്, ഓഫ്കോഴ്സ് എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനും അനിയനും ഒക്കെ വണ്ടി ഓടിക്കും. അതുപോലെ ഏട്ടനാണെങ്കിലും ഓഫ്കോഴ്സ് ഓടിക്കും. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് നിരന്തരം പറയുന്നുണ്ടായിരുന്നു, കാരണം കാർ എടുക്കുക, കാർ ഓടിക്കുക, അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാനിങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം എനിക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ജൂണാണ്, പക്ഷെ ഇതുവരെയും ഞാനിങ്ങനെ ഉഴപ്പിപ്പോയി. പിന്നെ ഞാൻ മെയിൻലി വിചാരിച്ചതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ അത് ഓടിച്ചു പഠിക്കാം എന്നുള്ളത്. കാരണം ഈ ഗിയർ ഷിഫ്റ്റിങ്ങിന്റെ സ്ട്രെസ് വരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഓട്ടോമാറ്റിക് വണ്ടി എന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാൽ അത് മേടിച്ചിട്ട് മതിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നോട് നീ ഗിയർ ഓടിച്ച് പഠിക്കുക, അപ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാ വണ്ടികളും എളുപ്പമായിരിക്കും. കാരണം ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ് ഓടിച്ച് പഠിക്കണമെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഗിയർ വണ്ടി എടുത്ത് മാറ്റിയിടേ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് വരും. പക്ഷെ നീ ഗിയർ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക് വണ്ടി വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഓക്കെ, ദാറ്റ് മേക്സ് എ സെൻസ് അല്ലേ. അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഞാൻ ഗിയർ ഓടിച്ച് പഠിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നത് എൻ്റെ പാരൻസിന് അറിയില്ല. ഓഫ് കോഴ്സ് അവർക്കത് സർപ്രൈസ് ആണ്. ഞാനൊരു 1 മന്തിൻ്റെ ഒരു എഫേർട്ടാണ് ഇടാൻ പോകുന്നത്. ഒരു 1 മന്ത് കൊണ്ട് എൻ്റെ ഈ ഡ്രൈവിംഗ് സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് ഓരോ വീക്ക് ബൈ വീക്ക് ഞാൻ ഓരോ അജണ്ടാസ് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെയൊക്കെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഈ 1 മന്ത് ഉള്ളത് കൊണ്ട് അതിനിടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും പടിവാളി അമ്മയും അച്ഛനൊക്കെ അറിയോ എന്നറിയില്ല. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ഇത് സീക്രട്ട്ലി കീപ്പ് ചെയ്യാനാണ്. അവസാനം അവർ സർപ്രൈസ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പും കൂടി ഈ വ്ളോഗിൽ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഡേറ്റ് വരുന്നത് 13th ജൂണാണ്. ഇതിനു മുമ്പ് നമുക്ക് 2 കാർ ഉണ്ടായിരുന്നു. ആ കാറ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞങ്ങള് തഞ്ചാവൂരൊക്കെ ലോങ് ജേർണി പോയപ്പോൾ ഞാൻ കുറച്ച് ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ എസ്ക്രോസ് ഞാൻ ഇത്രയും കാലമായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാറ് നമുക്കൊരു 4-5 വർഷമായി, പക്ഷെ ഞാൻ ഇതുവരെ ഈ കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാനൊരു 3 വീക്സ് മുമ്പ് ഞാൻ ആദ്യമായിട്ടൊന്ന് ഈ എസ്ക്രോസ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ നിന്ന് പാഞ്ഞാളിൽ നിന്ന് തൃശ്ശൂർ വരെ ഞാൻ വണ്ടി ഓടിച്ചു. അതൊരു ടൈം രാത്രി 10 മണിയായിരുന്നു. സോ ഹെവി റഷ് ഒന്നുമില്ല, ചെറിയ വണ്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിന് എന്നെ ഏട്ടൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലം കുറേ ആയിട്ടല്ലേ എടുക്കുന്നത്. സ്റ്റിയറിംഗ് ബാലൻസും അത്യാവശ്യം വണ്ടികളെ ഫേസ് ചെയ്ത് ഞാൻ തൃശ്ശൂർ വരെ വലിയ കുഴപ്പമില്ലാണ്ട് ഓടിച്ചെത്തി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. പിന്നെ ഈ 3 വീക്സ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ യാത്രയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വണ്ടി എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്നാണ് ഞാനത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഈ ഒരു വീക്ക് ഫുള്ള് റഷ് കുറഞ്ഞിട്ടുള്ള വലിയ തിരക്കില്ലാത്ത റോഡ് കൂടെയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, വണ്ടി ഓഫ് ആവാണ്ട് വണ്ടി എടുക്കാൻ പറ്റുക, ക്ലച്ച് ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ഇത്രയും പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ ഈ ഫസ്റ്റ് വീക്കിൽ. അപ്പൊ ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോയാലോ?
അപ്പോൾ ഇന്ന് എത്രയാ 14th അല്ലേ? 13 ജൂൺ. ഓക്കെ, അപ്പോൾ ഒരു മാസത്തെ ഒരു എഫേർട്ട് എടുത്ത് നോക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ജസ്റ്റ് കൈയോടെ സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് നമുക്കൊരു ഉച്ചയാണ് സമയം, ഉച്ചയില്ല, ഏകദേശം ഒരു ഈവനിങ് 3:45 ആയി. വലിയ ട്രാഫിക് ഇല്ല വിചാരിക്കും. നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഈ ഒരു അടുത്തുള്ള ഗ്രാമം ആ ഒരു റൂട്ടൊന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിക്കണം. ചെറിയൊരു സ്ട്രെസ് ഉണ്ട്, ഇല്ലാന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റോപ്പ് ആവാണ്ട് കാർ എടുക്കുക, അതുപോലെ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ. ഈ ഒരു വീക്കിലെ ഒരു മെയിൻ ഉദ്ദേശം ഈ ഒരു വീക്കിൽ അങ്ങനെ പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടാ സപ്പോർട്ട് ഉണ്ടാവില്ലേ? പിന്നെന്താ, സപ്പോർട്ടല്ലേ? അമ്മ വണ്ടി ഓടിക്കട്ടെ? ഓക്കെ. ഇച്ചിരി പേടിയുണ്ടോ? ഇല്ലല്ലോ. അയ്യോ, മുകളിലേക്കാക്ക്. ആ ഓക്കെ, ഇങ്ങനെയല്ലേ? ഫുള്ള് തിരിച്ചോ. പോട്ടെ. ഇത്രയും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വല്ല പോട്ടെ. ആ സൈഡ് നോക്കി, ഈ സൈഡ് നോക്കി. ആക്രാന്തം വേണ്ട. പതുക്കെ ഒരു കുഞ്ഞാവുണ്ട്, അവര് പൊക്കോട്ടെ. ബ്രേക്ക് ചെയ്യും. അല്ല, പൊക്കോട്ടെ. അത്രയ്ക്ക് ബ്രേക്ക് ചെയ്യണ്ട. ഫസ്റ്റ് തന്നെ. പിന്നല്ല, അതായത് വണ്ടി സ്പീഡ് കുറയുമ്പോ ക്ലച്ച് അമർത്തുക. ശരിക്കും രണ്ട് കൈ കൂടിയിട്ട് ഒരു ഇതിലുണ്ടാവരുത്, സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാവാനായിട്ട് മതി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചോ? ഒരു ഫോൺ വേണമെങ്കിൽ ഒന്നടിച്ചോ. സ്പീഡ് കുറച്ചോ വേണമെങ്കിൽ. കുറച്ച് ആൾക്കാരൊന്ന് വിചാരിച്ചോട്ടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഹസാർഡ് ലൈറ്റ് ഇട്ടതാ. വലത്തോട്ട് തിരിച്ചോ. ഫോൺ അടിച്ച് വലത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്ര സ്പീഡ് ഉണ്ടാവരുത്. സ്പീഡ് കൂടുമ്പോ അല്ല, അപ്പൊ ബ്രേക്ക് ചെയ്ത് മെല്ലെ കൊണ്ടുപോയാൽ മതി. ഇത് സെക്കൻഡില് ഓഫ് ആവുന്നില്ല. ആ എക്സാക്ട്ലി അത് തന്നെ. ഇവിടെ തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിലും ബ്രേക്കിലും കുറേശ്ശെ കാല് വെക്കുക. ഇത്ര സ്പീഡ് ഉണ്ടാവില്ല തിരിക്കുമ്പോൾ. തിരിച്ചോ. അപ്പൊ ഫസ്റ്റിലേക്ക് ഇടണം. ഓക്കെ, സ്പീഡ് കുറയുമ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് ഇടണം. അത്രയും സ്പീഡിലല്ലേ പോകുന്നത്? അതെ. മിച്ചുട്ടാ ഓക്കെ അല്ലേ? പേടിയില്ലല്ലോ? ഫസ്റ്റ് ഇത്ര സ്പീഡിൽ പോയില്ല. ക്ലച്ച് അമർത്തിയിട്ട് സ്റ്റാർട്ട് ആവുന്നു. ക്ലച്ച് അമർത്തിക്കൊണ്ടിരുന്നാലേ സ്റ്റാർട്ട് ആവുന്നു.
അപ്പൊ താൻ നേരത്തെ ഇട്ടത് തേളിലേക്കാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന ആ ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയോ? ഗ്രൗണ്ടിലാവുമ്പോ നിനക്ക് വേറെ ഫ്രീ ജംഗ്ഷനിൽ ഞാൻ എടുത്തു തരാം. ഗ്രൗണ്ടിലേക്ക് എത്തിച്ചെന്നാൽ താൻ ഓടിക്കുമോ? എന്നാൽ ഗ്രൗണ്ടിലൊന്നുമില്ല, തിരിച്ചോ. ഈ ഒരു സ്മൂത്ത്നെസ് എന്താ നീ ബാക്കിയുള്ളവർക്ക് തിരിക്കുമ്പോ കാണാത്ത കേട്ടോ? ഇത്രയും ഉണ്ട്. ആ ആക്സിലേറ്ററിന്റെ മുകളിൽ നീ കാല് വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് ടെൻഷൻ. സ്പീഡ് ആവശ്യത്തിൽ കൂടുതൽ സ്പീഡ് വരുമ്പോ നിനക്ക് ടെൻഷൻ വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാമത്തിലുള്ള കുറച്ച് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നു. ഇനിയിപ്പോ ഏട്ടൻ പറയുന്നു പോകുന്ന ഗ്രൗണ്ടിൽ പോയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാന്ന്. ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാക്കാനാണ് ഇപ്പൊ നമ്മൾ പോണം. സ്റ്റിയറിംഗ് നിങ്ങൾക്ക് രണ്ട് കൈ കൊണ്ട് തിരിച്ചാലാണല്ലോ അത് കറക്റ്റ് ആയിട്ട് കിട്ടണല്ലോ. അതിനെ നമുക്ക് സിംഗിൾ ഹാൻഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിനക്ക് ഗിയറിന്റെ മുകളിൽ അല്ല സ്റ്റിയറിംഗ് ബാലൻസ് നിനക്ക് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നിനക്ക് ഇനി അധികം സമയം അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യണ്ട. പക്ഷെ നീ ടെൻഷൻ കൊണ്ടാണ് രണ്ട് കൈ അതിരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല. അതെ, വൺ ഹാൻഡിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, നിന്റെ ഒരു കൈ ഫ്രീ ആണ്. അപ്പൊ നിനക്ക് ആവശ്യാനുസരണം എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ ഇതൊന്നും ഇറങ്ങുക, കാരണം ജംഗ്ഷനിൽ ഇപ്പം ഭയങ്കര റഷാണ്. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്താൽ ശരിയാവില്ല, അവിടെ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തി തരും എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രൗണ്ടുകളൊന്നും വേക്കൻ്റായിട്ട് കിട്ടിയില്ല. അത് നമുക്ക് പോകുന്നുണ്ടായിരുന്ന ഗ്രൗണ്ട് അത് ക്ലോസ്ഡ് ആക്കി വെച്ചേക്കാണ്. അപ്പൊ അതിന് കിടക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഗ്രൗണ്ടുകളൊന്നും നമുക്ക് ഇപ്പൊ അവൈലബിൾ അല്ല. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഡ്രൈവിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വിഷിട്ട അമ്മ ഓടിച്ചത്? സൂപ്പറായോ? എന്താണ് തന്റെ ഒരു അഭിപ്രായം ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ? ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് ഓവറോൾ ഒരു റേറ്റ്? ഓക്കെ, എനിക്ക് എന്താണ് ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ളത്? ടെൻഷൻ ഒഴിവാക്കി കൂളായിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുക, അത്രയും. ഇത് ഇവിടെ കാണുന്നു, വളാഞ്ചേരി കോഴിക്കോട് റോഡാണ്. കുഴപ്പമില്ല, നല്ല ഈ ഒരു രാത്രി ടൈം ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഇല്ല, നല്ല എനർജി, നല്ല റോഡും. അതെ, അപ്പൊ ഈ വഴി ഒന്ന് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു. ഡേ 4 ആണ്. അപ്പോൾ ഒന്ന് ഹാഫ് ക്ലച്ച് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയേക്കാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തന്നെ പാർക്കിങ്ങിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു നല്ലൊരു കുത്തനുള്ള കയറ്റം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ഹാഫ് ക്ലച്ച് പഠിച്ചിട്ടാണ് റോഡിലേക്ക് ഇറങ്ങുക എന്നതാണ് ഏട്ടൻ പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. നല്ല കയറ്റാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോണത്. നമുക്കൊരു 2 days അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം, അല്ലേ? യെസ്. അപ്പോ ആദ്യം ഹാഫ് ക്ലച്ചിന്റെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ, ക്ലച്ച് മെല്ലെ, എത്ര മെല്ലെ റിലീസ് ചെയ്യാൻ പറ്റുന്നോ അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഹാഫ് ക്ലച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആക്സിലേഷന്റെ ആവശ്യമില്ല നോർമലി. പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു കയറ്റം ആയതുകൊണ്ട് നമുക്ക് അവിടെ ആക്സിലേറ്റർ കൂടി കൊടുത്താലേ വണ്ടി മുന്നോട്ട് ഓടുള്ളൂ. അപ്പൊ ഇത്രയും വലിയ കയറ്റത്തിന്റെ കറക്റ്റ് മിഡിൽ വന്ന് നിക്കണം കേട്ടോ. മെല്ലെ മെല്ലെ. മാക്സിമത്തിലേക്ക് എത്തി.
അങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുക. അതാ പറഞ്ഞേ, ആക്സിലേറ്റർ തൊടാനേ പാടുള്ളൂ. അങ്ങോട്ടാക്കിയോ. ഇവിടെ ഒരു ചെറിയൊരു തിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചത് തന്നെ വീണ്ടും തുടങ്ങുന്നു. ആയിട്ടില്ല. ഇപ്പൊ ഏത് ഗിയറിലാ കിടക്കുന്നത്? ആവണില്ല. അതിന് കാരണം എന്താ? ഇപ്പൊ ന്യൂട്രലാ കിടക്കുന്നത്. ബ്രേക്കിംഗ് ബ്രേക്ക് ഇവിടെ തിട്ടുള്ളതുകൊണ്ടാണ് ഒരു പ്രശ്നമുള്ളത്. യെസ്, മെല്ലെ പോട്ടെ, മെല്ലെ റിലീസ് ചെയ്യുക ക്ലച്ച്. ആ വൈബ്രേഷൻ നമുക്ക് വണ്ടിയിലേക്ക് ഇങ്ങോട്ട് കിട്ടണം. യെസ്, അടിപൊളി അടിപൊളി. ഇന്നലെ നമുക്ക് കാർ എടുക്കാൻ പറ്റിയില്ല, കാരണം അച്ഛനും അമ്മയൊക്കെ ഫ്ലാറ്റിലുണ്ടായിരുന്നു. സോ ഓഫ് കോഴ്സ് ഇത് സർപ്രൈസ് ആയതുകൊണ്ട് അവരെ അറിയിക്കാൻ പാടില്ലല്ലോ. സോ ഇന്നലെ എടുത്തില്ല. ഇന്നാണ് എടുക്കണത്. നമുക്ക് നോക്കി വെക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഹാഫ് ക്ലച്ച് പഠിച്ചതിന്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ ഇന്നറിയാൻ പറ്റി. സത്യം. ഫസ്റ്റ് ഇനി ഞാൻ പറയണു, ഫസ്റ്റ് ഹാഫ് ക്ലച്ച് പഠിച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ. അത് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി. ഒന്ന് കാർ സ്റ്റോപ്പ് ചെയ്യൂ. മിനിഞ്ഞാന്നാണ് ഹാഫ് ക്ലച്ച് പഠിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡ് അത് പഠിച്ച് നമ്മൾ ആ കയറ്റം കയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോഡിലേക്ക് ഇറക്കുമ്പോഴുള്ള കോൺഫിഡൻസ് ലെവൽ വേറെയാണ് കേട്ടോ. കാർ ഒട്ട് സ്റ്റോപ്പ് ആവണം. നമുക്ക് ആ ക്ലച്ചിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇപ്പം ഇന്നലെ ഞാൻ കാർ എടുത്തിട്ടില്ല, പക്ഷെ ഇന്ന് കാർ എടുത്തപ്പോൾ എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് തന്നെ അതിലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞത് കറക്റ്റാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ഒരുവിധമായി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് പഠിക്കണം. ആ കയറ്റത്തിൽ കയറി ഇറങ്ങി അങ്ങനെ പഠിച്ചതിന് ശേഷം നമ്മൾ റോഡിലേക്ക് ഇറക്കി നോക്കിയാൽ നല്ല ഡിഫറൻസ് ആയിരിക്കും. കാരണം വേറെ ഒന്നല്ല, വണ്ടി ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് വണ്ടി ഓഫ് ആവാതിരിക്കാനും വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുമാണ് പഠിക്കേണ്ടത്. ഈ രണ്ട് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തിരക്കിന്റെ ഇടയിൽ കൂടെ വണ്ടി എടുക്കാം. അപ്പൊ തന്റെ ഇന്നത്തെ ഒരു അതില് പറ, ഞാൻ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഒരു 8% ഔട്ട് ഓഫ് 10 8% ഓക്കെ ആണ്. അപ്പൊ ഓൾമോസ്റ്റ് ഒക്കെ ഓക്കെ ആണ്. നീ ട്രാഫിക്കിൽ ഓടിച്ച് പഠിക്കണം, അതാണ് ഒരു ടാസ്ക്.
നമ്മളിങ്ങനെ ഈ ഫ്ലാറ്റിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ടൊക്കെ പോയി. ഇന്നിപ്പോ നമ്മള് പതുക്കെ റോഡിലേക്ക് ഇറക്കിയേക്കാണ്. ഇതിപ്പോ ഇറങ്ങിയ സമയത്ത് ഞാനൊന്ന് പെട്ടു, കാരണം കുറച്ച് പീക്ക് ടൈം ആയിരുന്നു. എങ്ങനെയൊക്കെയോ ഓടിച്ച് നമ്മളിവിടെ കാഞ്ഞാണി റോഡൊക്കെ എത്തിയിട്ടുണ്ട്. ഈ വീക്കില് വലിയ റഷ് ഇല്ലാത്ത എന്നാ നമുക്ക് റോഡിലേക്ക് ഇറങ്ങി നോക്കാം. ഈ ഒരു വീക്കില് പീക്ക് ടൈം ഒന്നും കുറച്ചും കൂടി കഴിഞ്ഞിട്ടാവാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീക്ക് ഇങ്ങനെ പോട്ടെ അല്ലേ? യെസ്. അരിമ്പൂര്. കുറച്ച് ദൂരെ ഓടിച്ചുള്ളൂ, പക്ഷെ അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊന്ന് പാലാളൊക്കെ ഒന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു ലോങ് ജേണി ഞാൻ തന്നെ ഓടിക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ പോകുന്നു അല്ലേ ഏട്ടാ? അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. ക്യാമറയിലേക്ക് ഞാൻ നോക്കുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ആയിട്ടില്ല. പനയാള പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടിച്ച് നോക്കാം എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ ആണെങ്കിൽ ട്രാഫിക് ഉണ്ട്, ഇന്ന് ഹോളിഡേ ആണ്, പക്ഷെ എങ്കിലും ഒരു ട്രാഫിക് ഉണ്ട്. അപ്പോൾ ട്രാഫിക്കിൽ ഓടിച്ച് പഠിക്കണമല്ലോ ശരിക്കും. പേടിയുണ്ടോ? ഏട്ടന് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട്, ഞാൻ പേടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. പേടിക്കണ്ട കേട്ടോ, എനിക്കും പേടിയുണ്ട്. ഓക്കെ ഓക്കെ.
ഇവിടെ നമ്മുടെ ഗ്രാമത്തിന്റെ ആ രീതിയിൽ ഒന്ന് തന്നെ റൗണ്ട് അടിച്ചിട്ടൊക്കെ ഒന്ന് വരാം. പതുക്കെ റോഡിലേക്ക് ഇറക്കി തുടങ്ങാൻ തന്നെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത്. പോവല്ലേ? അയ്യോ ഒന്നും പറയണ്ട, നല്ലൊരു പണി കിട്ടി. പണിയില്ല, ഞാനത് ഡീൽ ചെയ്തു. കാരണം ആ തിരിവിന്റെ അവിടെ കറക്റ്റ് ഒരു വണ്ടി തിരിച്ചു. അപ്പൊ എനിക്ക് ആ വണ്ടിക്കും കൂടി പോവാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് അവിടെ റിവേഴ്സ് അടിച്ചിട്ട് വരണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിവേഴ്സ് അടിച്ച് കറക്റ്റ് ആയിട്ട് എങ്ങടെ പോണ്ടേ നോക്കി തിരിച്ച് കൊടുത്തപ്പോ ആ വണ്ടി സൈഡിൽ കൂടെ പോയിട്ട് ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഓടിച്ചു വന്നു. ഞാൻ ഇങ്ങനെ ഈ എടുത്ത ടൈമിൽ ഞാൻ ഇങ്ങനെ പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. കറക്റ്റ് ആ ടേണിങ്ങിൽ ആ കാറും തിരിഞ്ഞു. സ്ഥലമില്ലായിരുന്നു രണ്ട് കാറിനും പോവാൻ. എനിക്കപ്പോൾ അയാളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആൾക്ക് മനസ്സിലായിണ്ടാവും ഞാൻ കുറച്ചൊന്നിങ്ങനെ പരിങ്ങണുണ്ടപ്പോൾ അതിൽ. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഞാൻ വേഗം റിവേഴ്സ് അടിച്ച് തിരിച്ച് സൈഡാക്കി കൊടുത്തു. അയ്യോ, ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് തവണ എന്നെ പാഠം പഠിപ്പിക്കാൻ. നേരെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് റിവേഴ്സ് അടിച്ച് കയറ്റുക, എന്നിട്ട് നേരെ ഫ്രണ്ടിലേക്ക് എടുക്കുക. റൗണ്ടിലേക്ക് കയറാണ് അല്ലേ? To be your friend, I want to know if it mattered. Block. I would have gone to war for you. I would have. അപ്പൊ ഇന്നിപ്പോ എങ്ങടാ യാത്ര? ചുമ്മാ വടക്കാഞ്ചേരി ഭാഗത്തേക്കൊക്കെ. ഓക്കേ. വെറുതെ ഡ്രൈവിംഗ്. എന്താ വിച്ചോട്ടിന് എന്താ പറയാനുള്ളത്? പേടിയില്ല അല്ലേ? അപ്പൊ അമ്മയുടെ കൂടെ കയറാൻ പേടിയില്ല. ഓക്കേ. ആക്ച്വലി നമ്മളിപ്പോ ഇത് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി ഉണ്ടാവും? തേർഡ് വീക്കായി. ഇന്നലെ നമ്മളൊന്ന് തന്നെ എടുത്തു. ആ, തന്നെ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മള് കുറച്ച് സ്ഥലങ്ങളിലേക്ക് ആയിട്ടൊക്കെ ഇറങ്ങിയേക്കായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു അല്ലേ? ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും എന്തായാലും വല്ലാണ്ട് ആദ്യത്തെ ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഒന്ന് കുറഞ്ഞു. Something about
ഇന്ന് നമ്മൾ ഇവിടെ പോണേ? ഇന്ന് നമ്മള് ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്ക് പോവാണ്. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കുറച്ചുകൂടി ലോങ് ജേർണി എന്ന് പറയാനായിട്ട് ഇതായിരിക്കും. പാഞ്ഞാളിന്ന് ഇങ്ങോട്ട് തന്നെ 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ അതിലും കൂടുതലാവും ആണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡ്രൈവിങ്ങും സംസാരവും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ കോലഴിന്ന് അത്യാവശ്യം ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പാകത്തിലേക്കൊക്കെ ആയി എന്ന് പറയുന്നത് ചെറിയ ലെവലിലേക്ക് ഒന്ന് ഇമ്പ്രൂവ് ആയി എന്ന് പറയാം അല്ലേ? കാരണം കാലത്ത് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നില്ല. ഇവളാണ് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്തു, ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കയറി സൈഡിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ട്രാഫിക്കിന്റെ ഒക്കെ ഇടയിൽ കൂടെ എടുത്തു കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ് ആയി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. സോ അമ്മ മഴയത്ത് ഓടിക്കാൻ എങ്ങനെയുണ്ട്? ചെറിയ സ്ട്രെസ് ഉണ്ട് മഴയത്ത് ഓടിക്കുമ്പോൾ. വിസിബിലിറ്റി പ്രശ്നം വരുന്നുണ്ട്. ചില വണ്ടികളൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ഇടും. അല്ലെങ്കിൽ 2 വീലേഴ്സ് ഒക്കെ ഒരുമാതിരി നടുവ് കൂടെ ഒക്കെയാണ് പോവുക. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. Don't tell me it was for nothing. You told me love wasn't true 'cause it didn't feel real to a cynic like you. But I'm pretty sure we walked into something. Something about this has changed. I wanna feel you close again. Don't let go. No, I don't want this to end. Remember the start when you break my heart again like blood on a plate. Would it matter then when everything starts to fade? Back like it's yesterday. I want it all full send. Would it matter then? ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞ റോഡും കുറെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഓവർടേക്കാനും സ്ഥലമില്ലാണ്ട് കൊള്ളാം. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഇല്ലേട്ടാ? എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. കാരണം അത്ര സ്മൂത്ത് റോഡല്ലല്ലോ. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ കാറ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള ലാസ്റ്റ് വീക്കാണ്, 4th വീക്കാണ്. 1 മന്തിൻ്റെ ഒരു എഫേർട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വീക്ക് 3-ലൊക്കെ ഞാൻ ഇവിടെ പൂങ്കുന്നം ഗ്രാമത്തിലൊക്കെ തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പതുക്കെ ഒന്ന് റോഡിലേക്ക് തന്നെ എടുത്താലോ എന്നൊരു ചിന്ത. സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ വരും. കാരണം ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ഇത് തന്നെ സോളോ ആയിട്ട് എടുത്തു വരിക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ ഇന്നത് നടപ്പിലാക്കാൻ പോവുകയാണ്. നോക്കട്ടെ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, കാരണം തന്നെയല്ലേ എടുക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ.
ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്. സോ നമുക്ക് അങ്ങോട്ട് കയറ്റി നിർത്താം. ഓക്കെ, യെസ്. അപ്പം അങ്ങനെ കാറ് തന്നെ ഓടിച്ചു വന്നു. അത്യാവശ്യം നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു, കാരണം നല്ല ട്രാഫിക് ഉള്ള ടൈമായിരുന്നു. പിന്നെ നമ്മൾ തന്നെ ഡീൽ ചെയ്യണം, വേറെ ആരും ഇല്ലല്ലോ കൂടെ. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഓടിച്ചു വന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം എന്താ പറയുക, ഒരു മാസം മുമ്പ് ഞാൻ ഈ വണ്ടി എടുക്കാൻ ഭയങ്കര ആൻസൈറ്റി ആയിട്ടും പേടിച്ചിട്ടും ഒക്കെ ഇരുന്നിട്ട് ഇന്ന് എനിക്കത് തന്നെ ഓടിക്കാറായി എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, എനിക്ക് കണക്ക് നിറയുന്നു. കാരണം ഞാനത് എങ്ങനെയോ ഇപ്പോഴും പെർഫെക്റ്റ് ആയി എന്നല്ല കേട്ടോ, പക്ഷെ എങ്കിലും എനിക്ക് ഇപ്പോൾ വണ്ടികളെ ഫേസ് ചെയ്ത് തന്നെ കാർ എടുക്കാറായി, ആ ഒരു ലെവലിലേക്ക് ആയി എന്ന് മാത്രം. പിന്നെ നമ്മൾ ഓടിച്ചിട്ടാണ് നമ്മളത് പെർഫെക്റ്റ് ആവുള്ളൂ അല്ലേ. സോ ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. ഇനിയിപ്പോൾ ഈ വീക്ക് 4 ഞാനിപ്പോൾ നീ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടും ഞാൻ ഇതേപോലെ കാർ എടുത്ത് വീണ്ടും ഒന്നും കൂടിയൊക്കെ റൗണ്ട് അടിച്ച് റോഡ് കൂടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ടൊക്കെ വരും. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ആയി, ഒരു 35-40 മിനിറ്റ്സോളം ഇപ്പം തന്നെ ആയി. ഇനി നമ്മൾ വീണ്ടും ലാഗ് അടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പാരൻസിനെ സർപ്രൈസ് ചെയ്യുന്ന വ്ളോഗായിരിക്കും. വ്ളോഗല്ല, വീഡിയോ ക്ലിപ്പായിരിക്കും. അവരിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ഈ ഒരു വീക്ക് ലാസ്റ്റിൽ നമുക്കൊന്ന് പാഞ്ഞാള് പോകേണ്ട ആവശ്യമുണ്ട്, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. സോ അതിൻ്റെ തലേദിവസമായിട്ട് ഞാൻ ഇതൊന്ന് റിവീൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇനി ആ ക്ലിപ്പിലേക്കാണ് ഇനി ഡയറക്റ്റ് പോവുക. ഓക്കെ, ബൈ. റാഷ് ഡ്രൈവിംഗ് എങ്ങാനും ചെയ്ത ബാക്ക് സീറ്റിൽ ഓൾറെഡി കംഫർട്ട് ഇല്ല. പതുക്കെ പോണോ പ്ലീസ്? പതുക്കെ പോകാൻ പറ്റില്ല, ഞാൻ അടിച്ചു വെച്ചോണ്ടിരിക്കണം. പതുക്കെ ഓടിച്ചോ, നീ ഓടിച്ചോ. ഞാൻ ഓടിക്കട്ടെ? അന്ന് ഓടിക്കും, ഞാൻ ഓടിക്കും, ഞാൻ ഓടിക്കും. അതന്നെ, അതാണ് കാണിച്ചത്. ആദ്യം അതൊക്കെ പോയാ സ്പീഡ് കൂട്ടാൻ ഞാൻ മാത്രം മതി. ഒരു കൂളിംഗ് ഗ്ലാസ്സിലാണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാം? ഓടിച്ചിട്ടുണ്ട്, അതാണ് അമ്മയുടെ ഇത്ര കോൺഫിഡൻസ്. എനിക്ക് എന്ത് കോൺഫിഡൻസ്? പോയാലോ? ഇതന്നെ വ്ലോഗ് ആക്കാനുള്ള നമ്മളെ പറ്റിക്കാനേ. അങ്ങനെ നട്ടിച്ച നേരത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ എത്ര നേരമായി ഇപ്പൊ പറഞ്ഞു വിടുന്നിട്ട് പറ്റിക്കന്നെയാണല്ലോ. എടുത്തിട്ടില്ല ഞാൻ വിചാരിച്ചേക്കണം. ഇതൊരു വ്ലോഗ് ആക്കാന്ന്, വണ്ടി ഓടിക്കാന്നുള്ളൊരു വ്ലോഗ്. വാവ്, അടിപൊളി. എന്റെ ഭഗവാനെ നാരായണ, ഇങ്ങനെ ഒന്ന് കാണാനുള്ള യോഗം, അമ്മ ഓടിക്കണ കാറിൽ കയറാനൊരു യോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഏകദേശം ഒരു മാസത്തോളായിട്ട് കോ ഡ്രൈവറാണ്. ആണോ? അത് സർപ്രൈസ് ആയില്ലോ. അതാണ് സർപ്രൈസ്. മാസമായെന്നൊന്നും ഞാൻ അറിയില്ല, പക്ഷെ ഇന്നത്തെ ഞാൻ വ്ലോഗ് എനിക്ക് മനസ്സിലായതാണ്. ഹായ്, അപ്പോൾ എൻ്റെ ഈ ഡ്രൈവിംഗ് വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഈ ഒരു സർപ്രൈസ് ഇത്രയും കാലം എനിക്കത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റി. പാരൻസ് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല, അമ്മയും അച്ഛനും അനിയനും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു സർപ്രൈസും ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പിയായി. ഐ എം ഫീലിംഗ് സോ പ്രൗഡ് ആൾസോ. കാരണം ഇങ്ങനെ ഒരു ഡ്രൈവ് ചെയ്യാനുള്ള ആങ്സൈറ്റി, നമുക്ക് എല്ലാവർക്കും ആ ഒരു ഡ്രൈവിങ് ആങ്സൈറ്റിയാണ് മെയിനായിട്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. പക്ഷെ നമ്മൾ ആ പേടി കാരണം കൊണ്ടാണ് പലരും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ടും ഓടിക്കാണ്ടൊക്കെ ഇരിക്കുന്നത്. ഈവൻ ഞാൻ പോലും ഇത്രയും വർഷം എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ.
പക്ഷെ പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ വന്ന് നമ്മൾ എടുക്കുന്നതാണ്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ സർപ്രൈസ് ചെയ്യുന്നത് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എനിവേ ഇപ്പോൾ 1 മാസത്തിന് മേലെയായി ഈ ഒരു ഡ്രൈവിംഗ് വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് ഇതുപോലെ തന്നെ ലൈസൻസ് കിട്ടി വണ്ടി എടുക്കാൻ പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നമ്മളൊരു മോട്ടിവേഷനിൽ നമ്മൾ അങ്ങോട്ട് എടുക്കുക. നമ്മൾ വണ്ടി എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ചിട്ടാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആയി എന്നല്ല, പക്ഷെ നമ്മളിങ്ങനെ ഓടിക്കുന്നവർ പെർഫെക്റ്റ് ആവും. നമുക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നടക്കില്ല. നമ്മൾ വണ്ടി ഓടിച്ച് തന്നെ നമുക്കത് കോൺഫിഡൻസ് ആവുള്ളൂ. എനിവേ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.